പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മിശിഹായാൽ സ്നേഹിക്കപ്പെട്ടവരെ, എൻ്റെ വിശുദ്ധ കുർബാന അനുഭവത്തെപ്പറ്റി വീഡിയോകൾ തരണമെന്ന് പറഞ്ഞ് ധാരാളം പേർ എനിക്ക് എഴുതി. ഞാനേറെ പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് വീഡിയോകൾ ഉണ്ടാക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു. ഒരു 10 എപ്പിസോഡ്സ് കാണും, 10 അനുഭവങ്ങൾ. അല്പസമയം വച്ച് ഒരു 5-8 മിനിറ്റ് നേരമേ ഒരു വീഡിയോ കാണും. അതെ, ഞാൻ ഇതിന് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് കുർബാന അനുഭവങ്ങൾ, എൻ്റെ കുർബാന അനുഭവങ്ങൾ. ഇന്ന് 1ാമത്തെ എപ്പിസോഡ് ആണ്. ഞാൻ ജനിച്ചത് 1946 ഏപ്രിൽ 18-നാണ്. നിങ്ങൾക്ക് കലണ്ടർ നോക്കാം. അന്ന് ഒരു പെസഹ വ്യാഴാഴ്ച ആയിരുന്നു. പ്രിയപ്പെട്ടവരെ, എൻ്റെ അതേ ഡേറ്റിൽ പിറന്ന ഒരു ആൻ്റണി കോരഞ്ചേരി അച്ഛൻ, അദ്ദേഹം ഞാനും റോമിൽ വെച്ച് എയർപോർട്ടിൽ വെച്ചാണ് പരസ്പരം കണ്ടുമുട്ടുന്നതും പാസ്പോർട്ട് പരസ്പരം കാണുന്നതും ഇതൊരു പെസഹ വ്യാഴാഴ്ച ആയിരുന്നു എന്ന് സ്ഥിരീകരിച്ചതും. നേരത്തെ എനിക്ക് അറിയാമായിരുന്നു, എങ്കിലും ഞാൻ അതിന് വലിയ പരിഗണന കൊടുത്തിരുന്നില്ല എന്നെനിക്ക് തോന്നുന്നു. ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ തലയിൽ വട്ടത്തിൽ ഒരു പാട് ഉണ്ടായിരുന്നു, ഏതോ നീര് പോലെ. എൻ്റെ വയറ്റാട്ടി, എൻ്റെ അമ്മയുടെ വയറ്റാട്ടി, എൻ്റെ അല്ല, കുഞ്ഞന്നമ്മ എന്ന് പറയും, വട്ടവരമ്പൽ തൊട്ട് അടുത്താണ് അവരുടെ വീട്. 1000ഓളം കുട്ടികളുടെ പ്രസവമെടുത്തവൾ ആണ്, ഒരു വിശുദ്ധയായ സ്ത്രീ. എന്നെ ആദ്യം കുളിപ്പിച്ചപ്പോൾ എൻ്റെ അമ്മയോട് പറഞ്ഞു എന്നാണ് പറയുന്നത്, തലയിൽ പട്ടം ഉണ്ട് എന്ന്. പണ്ടൊക്കെ നിങ്ങൾക്കറിയാം, വൈദികർക്ക് തലയിൽ പട്ടം വടിക്കുമായിരുന്നു, ടോൺഷർ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇന്ന് അതൊന്നുമില്ല. കപ്പുച്ചുങ്കാരുടെയൊക്കെ തല ചിലപ്പോൾ ഒരു പക്ഷേ കണ്ടുകൊണ്ട് വരാം, അവരും പഠിക്കാറില്ല. കപ്പുച്ചുങ്കാരുടെ വലിയ വട്ടമായിരുന്നു. അതുകൊണ്ടാണ് ചില കോഴി തലയിൽ പപ്പില്ലാത്തതിന് കപ്പിച്ചൻ കോഴി എന്ന് നമ്മൾ വിളിക്കുന്നത്. പ്രിയപ്പെട്ട, ഞാൻ പറയാൻ കാരണം, ഞാനിതൊക്കെ ധ്യാനിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത്, അമ്മയുടെ ഉദരത്തിൽ വച്ചു തന്നെ ഞാൻ നിന്നെ വിളിച്ചു, വേർതിരിച്ചു എൻ്റെ കൃപയാലെന്ന് ഗലാത്യർ 1:15 പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ജീവിതത്തെപ്പറ്റി പറയുന്നുണ്ട്. ഒരു പക്ഷേ അതായിരുന്നിരിക്കാം ഈ അടയാളം, എനിക്കറിയില്ല. അമ്മ എന്നോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല, പട്ടം കിട്ടിയതിന് ശേഷം ആണ് പറഞ്ഞത്. ഗ്രാമീണ സ്ത്രീ ആയിരുന്നെങ്കിലും അമ്മയുടെ വാക്ക് എൻ്റെ പഠനത്തെയോ ദൈവവിളിയോ ബാധിക്കരുത്, സ്വാധീനിക്കരുത് എന്ന് വിചാരിച്ചായിരിക്കാം തൻ്റെ ബുദ്ധിയിൽ അത് പറയാതിരുന്നത്. അത് നിങ്ങൾ തലക്കെട്ട് കണ്ടു, എൻ്റെ അച്ചാച്ചൻ്റെ മരണാനുഭവം. എൻ്റെ അച്ചാച്ചൻ എനിക്ക് 8 വയസ്സുള്ളപ്പോൾ, അപ്പനെ അച്ചാച്ചനാണ് ഞങ്ങൾ വിളിക്കുന്നത്, ഞങ്ങൾ 6 മക്കളും. അപ്പൻ മരിക്കുമ്പോൾ ഇളയ പെങ്ങൾക്ക് 6 മാസം പ്രായം, മൂത്ത ജ്യേഷ്ഠന് 13 വയസ്സ്. പഠിത്തമെല്ലാം നിർത്തി തൂമ്പപ്പണി എടുത്തു വീടിനെ നോക്കാനായി. അദ്ദേഹം മരിച്ചുപോയി. അച്ചാച്ചൻ മരിച്ചപ്പോൾ ആദ്യം എൻ്റെ അമ്മ ചെയ്തത്, അച്ചാച്ചന് വേണ്ടി ഒരു ഗ്രിഗോറിയൻ കുർബാന ചൊല്ലിക്കുക. അവിടെ റിട്ടയർഡായിട്ട് പെൻഷനിലായിട്ടിരുന്ന ഒരു അച്ഛനുണ്ടായിരുന്നു, ജോസഫ് മടിയത്തച്ഛൻ. സാധാരണ ഈ 30 കുർബാനകൾ അടുപ്പിച്ച് ചെല്ലാൻ അച്ഛന്മാർക്ക് സാധ്യമല്ല. കോവേൻ്റെ അച്ഛന്മാരോ ഇതുപോലെ വിശ്രമത്തിലായിരിക്കുന്ന വൈദികരോ ആണ്. ഇടവക അച്ഛന്മാർക്ക് ഞായറാഴ്ച ഇടവക്കാർക്ക് കുർബാന ചൊല്ലിയേ മതിയാവും. അതുകൊണ്ട് അവർക്ക് ഗ്രിഗോറിയൻ കുർബാന എടുക്കാൻ പറ്റത്തില്ല. അമ്മച്ചി അത് കണ്ടുപിടിച്ച് ഈ അച്ഛൻ്റെ അടുക്കൽ പൈസ കൊടുത്ത്, അദ്ദേഹം രാവിലെ 5 മണിക്കായിരുന്നു കുർബാന ചൊല്ലുന്നത്. ഞങ്ങൾ 6 മക്കളും അമ്മയും കൂടെ പോകുമായിരുന്നു. ചില രാത്രികളിൽ അന്ന് വാച്ചോ ക്ലോക്കോ ഒന്നുമില്ല, ഏകദേശം ഊഹം വെച്ചാണ്. ചില പാതിരായി പള്ളി ചെല്ലുമായിരുന്നു, ചൂട്ടുകെട്ടിയായിട്ട്. പള്ളിയിലൊരു ക്ലോക്ക് ഉണ്ടായിരുന്നു, നോക്കുമ്പോൾ കാണാൻ 12 മണി അല്ലെ 12:30.
ആ മുറ്റത്തിരുന്ന് കൊന്തയും ചൊല്ലി പ്രാർത്ഥിക്കുന്നു, ഉറങ്ങുന്നു. അങ്ങനെ പല ദിവസങ്ങളും അനുഭവങ്ങളുണ്ട്. അപ്പോൾ എല്ലാ കുർബാനയുടെയും ആരംഭത്തിൽ അമ്മ പറയുമായിരുന്നു, അച്ചാച്ചന് വേണ്ടിയുള്ള കുർബാനയാണ്. ഞാൻ കുട്ടിയാണല്ലോ, 8 വയസ്സ്. ഞാൻ ഓർത്തു, ഇത്രമാത്രം നല്ല അച്ചാച്ചനെ ഈ കുർബാന തരേണ്ട കാര്യം എന്താ? പ്രാർത്ഥിക്കുന്നവനും പള്ളിയിൽ പോകുന്നവനും കള്ളു കുടിക്കാത്തവനും അമ്മയായിട്ട് വഴക്കുണ്ടാക്കാത്തവനും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇത് മാത്രം കുർബാന എന്തിനാ? അപ്പോൾ ഞാൻ അമ്മോട് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി ഇതാണ്: കുർബാനകൾ ചൊല്ലിയാലേ, ഗ്രിഗോറിയൻ കുർബാന ചൊല്ലിച്ചാലേ അച്ചാച്ചൻ സ്വർഗത്തിൽ പോകും. അപ്പോൾ കുർബാനയും സ്വർഗത്തിൽ പോക്കുമായുള്ള ബന്ധം എൻ്റെ മനസ്സിൽ വന്നു. അപ്പോൾ ഞാൻ മനസ്സിലോർത്തു, ധാരാളം കുർബാന ചൊല്ലി അച്ചാച്ചനെ സ്വർഗത്തിൻ്റെ മുകളിലാക്കാൻ പറ്റും ഞാൻ ഒരു അച്ഛനായാൽ. ഹല്ലേലൂയ! ഇതായിരുന്നു എൻ്റെ ദൈവവിളി, പുരോഹിതൻ ആകുവാനായി. ആദ്യമേ ഞാൻ ചിന്തിക്കുന്ന ഒരു അച്ഛനാകണമെന്ന്, ആ അച്ചാച്ചനെ സ്വർഗത്തിൻ്റെ ഏറ്റവും മുകളിലാക്കാൻ. കാരണം അച്ചാച്ചനോട് എനിക്ക് ഒത്തിരി ഇഷ്ടമുണ്ടായിരുന്നു. അച്ചാച്ചൻ്റെ സ്നേഹം നഷ്ടപ്പെട്ടു പോയി ആ മരണത്തിൽ. ഏറെ വേദനിച്ചവനുമാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുവാൻ കാരണം, അതിനുശേഷം അത് വിശുദ്ധ കുർബാനയുടെ ഭക്തി എനിക്ക് ആരംഭിക്കുകയാണ്. എൻ്റെ വിശുദ്ധ കുർബാനയുടെ ഭക്തിയുടെ ആരംഭം ഇതാണ്. അന്ന് മുതൽ എന്നും പള്ളിയിൽ പോകും. അങ്ങനെ ഇരിക്കെ വിശുദ്ധ കുർബാനയ്ക്ക് പങ്കുകൊള്ളാനായിട്ട് പഠിച്ചു. അതായത് അൽത്താര ബാലനായിത്തീരുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് നഗരൂരച്ഛൻ എന്നെ അത് പഠിപ്പിച്ചു. അന്ന് കുർബാന സുറിയാനി ഭാഷയിലായിരുന്നു. അത് മലയാള ലിപികളിൽ എഴുതിയ പുസ്തകം ഉണ്ടായിരുന്നു. അത് കാണാതെ പഠിച്ചു. പുക്താനഹവും പുക്താന നമശീക എന്നൊക്കെ പറയുമായിരുന്നു. കണ്ടീഷ ആലാഹ. അപ്പോൾ എൻ്റെ സഹോദരങ്ങളും അയൽക്കാരൊക്കെ കളിയാക്കുമായിരുന്നു, കപ്പ്യാരി ചെറുക്കൻ എന്ന് പറഞ്ഞ്. അതൊരു നല്ല പേരല്ലായിരുന്നു അന്ന് കാലത്ത്. ഇന്നൊരു അഭിമാനമാണ്. അന്ന് ഞാൻ അഭിമാനിച്ചു ഒരു കപ്പ്യാരായിരിക്കുന്നതിൽ. എന്ന് പറഞ്ഞാൽ ഞാനത് കണ്ടത് വൈദിക ജീവിതത്തിൻ്റെ ആദ്യത്തെ ഒരു പടിയായിട്ടാണ്. മാത്രമല്ല, അൽത്താരയോട് ചേർന്ന് നിൽക്കുക, അച്ഛനോട് ചേർന്ന് നിൽക്കുക, ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതി. അതുകൊണ്ട് എന്നും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നക്കും പഠിച്ച് നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് പോവുകയാണ് കുർബാനയ്ക്ക് കൂടാൻ. വത്തിക്കാൻ സൂനഡോസോടുകൂടിയാണല്ലോ കുർബാന മലയാളത്തിൽ ആയത്. അതുവരെ വൈദികരൊക്കെ അവരവരുടെ ലത്തീൻ ഭാഷയിലോ സുറിയാനി ഭാഷയിലോ ആയിരുന്നു കുർബാന. ഭിത്തിയോരോ ഭാഗത്തും മുഴുവൻ തിരിഞ്ഞു നിൽക്കും. അപ്പോൾ അത് അച്ഛൻ്റെ മുഖം കാണുന്നത് പ്രസംഗമുണ്ടെങ്കിൽ അത് ഞായറാഴ്ചയേ ഉള്ളൂ. പിന്നെ കുർബാന സ്വീകരണ സമയത്ത് കാണാം. അതായിരുന്നു അന്നത്തെ എൻ്റെ ആ ദീപികാരൻ്റെ അനുഭവം എന്ന് പറയാൻ സാധിക്കും. മാത്രമല്ല, ഞാൻ വീട്ടിൽ വരുമ്പം അച്ഛൻ്റെ വേഷം കെട്ടും. ഞങ്ങൾ പിള്ളേർ, അയൽവക്കത്ത് ഒത്തിരി പിള്ളേരുള്ള കാലം. ഞങ്ങൾ 6 മക്കൾ, അയൽവക്കത്ത് 15 മക്കളുള്ള വീടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ കൂടി അവധിക്കാലമൊക്കെ വരുമ്പോൾ ഞായറാഴ്ചയൊക്കെ ഒന്നിച്ചൂടി പെരുന്നാൾ നടത്തും. വെറുതെ കമ്പും കോലും എല്ലാം എടുത്ത് ചെണ്ടയും മേളവും ശബ്ദമെല്ലാം കേൾപ്പിക്കും, പ്രദക്ഷിണം നടത്തും. അപ്പോൾ കുർബാന വേഷം ചുറ്റുന്നത് ഞാനാണ് അച്ഛൻ. അതെൻ്റെ അവകാശമായിരുന്നു. അപ്പോൾ അച്ഛനായിട്ട് സെക്രാരി എടുക്കുന്നത് പോലെയോ അല്ലെങ്കിൽ കുർബാന എടുക്കുന്ന പോലെയൊക്കെ എന്തെങ്കിലും പാത്രവും കൈപ്പിടിച്ച് അങ്ങനെ കുരിശുമൊക്കെ തടി കൊണ്ടുണ്ടാക്കി, കപ്പത്തടി കൊണ്ടൊക്കെ ഉണ്ടാക്കി അങ്ങനെ പ്രദക്ഷിണം നടത്തുമായിരുന്നു. അപ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ ഇതായിരുന്നു, ഒരു വൈദികൻ ആകണം, വിശുദ്ധ കുർബാന എനിക്ക് ചൊല്ലണം. ഇതാണ് എൻ്റെ ആദ്യ അനുഭവം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുകൾ ശാന്തമായി അടയ്ക്കൂ. കാരണം കർത്താവേ, എൻ്റെ ദിവ്യകാരുണ്യ അനുഭവത്തിലേക്ക് കടന്നു വരുന്ന ആദ്യത്തെ അനുഭവം ഞാൻ എൻ്റെ മക്കളുമായി പങ്കുവച്ചു. ആരെയെങ്കിലും ഇത് കണ്ണു തുറപ്പിക്കുന്നുവെങ്കിൽ, ആരുടെയും ഹൃദയത്തെ സ്പർശിക്കുന്നുവെങ്കിൽ അതിന് ഇടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആത്മാവേ, പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. ഞങ്ങൾ ഓരോരുത്തരെയും ഞാനിപ്പോൾ പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയുടെ സമീപം സമർപ്പിച്ച് ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.